പ്രണമ്യ ഭക്താൻ വക്ഷേഹം ശ്രീഭാഗവത സംഗ്രഹം. അത്ര സാക്ഷാൽ ഭഗവതി മണിദ്വീപാദിവാസിനി വർണ്ണകേ ജഗദാധാര ജഗന്മാത്രാഖിലേശ്വരി. യസ്യ ശ്രവണമാത്രേണ ദേവീ ലോകമവാപ്നുയാൽ അതോ ഭാഗവതാ സന്ത ശൃണ്വന്തു പരമാദരാൽ. സൂതശൗനക സംവാദ പുരാണ ശ്രവണാധര പുരാണോപപുരാണാനാം യഥാവന്നാമ കീർത്തനം. തദ്വിദ്രീയം വ്യാസാനാം യഥാക്രമ നിരൂപണം. ദേവീ സർവോത്തമൈത്യുക്ത ഹയഗ്രീവകഥാ തഥാ. ദേവമുത്കൃഷ്ടസ്തോ ഘോരാ മധുകൈടവസംഭവ. ദേവീ സുതർബ്രഹ്മകൃത തദ് ആരാധ്യ നിർണയ. മധുകൈടവസംഹാരോ ബുധോൽപത്തീളാകഥ. ശുഗസ്യ ജന്മാദികഥാ പ്രഥമീ വർണ്ണിതാ തഥാ. നാട്യവത്യാശ്ചരിതം വ്യാസോൽപത്തിരതഃപരം. സന്തനോർജന്മവൃത്താന്തോ യോഗസ്ഥസ്യാജഗംഗയ. ഭീഷ്മോൽപത്തിശ്ചന്ദനൂനാം സത്യവത്യാകരഗ്രഹ. പാണ്ഡവാനാം സംഭവാദി തതോ ജന്മ പരീക്ഷിത. മുനിശ്ചാഭോരുരുക്കത ഗുപ്തവാസ പരീക്ഷിത. തക്ഷകേണ മൃതിശ്ചാസ്യ സർപ്പസത്രവിധിസ്തത. ആസ്തീസ്തസ്യാഗതാതേന സർപ്പസത്ര നിവാരണം. ദേവീ ഭാഗവതസ്യാസി മാഹാത്മ്യം ചാദ്വീയകേ. ബ്രഹ്മാദീനാം വിമാനേന ഗതിർദേവാശ്ച ദർശനം. തേഷാം ദേവീ സ്തുതി പശ്ചാലുപദേശത്രയാകൃത. നിരൂപാണാം ഗുണാധീനാം സത്യവ്രതകഥാനകം. വാഗ്ബീജമഹിമാ പശ്ചാൽ അംബായജ്ഞ വിധിക്രമാം. സുദർശനഗജാ പുണ്യ വിസ്തരേണാത്ര ഗദ്യതേ. കോസലേഷു ജകാശ്യാം ച ദേവീ പൂജാ പ്രചാരണം. ഉഭയത്രാവിദേവാസ്തോ നിത്യാവാസ പ്രകീർത്തിത. പൂജനം ച കുമാരേണ അംബാമകമഹോത്സവേ. സുശീലചരിതം പശ്ചാത് കോസലേന്ദ്രസ്യ തദ്ഗത. യസ്യാശ്രവണമാത്രേണ സമേഷാം ദുഃഖനാശനം. തവരാത്രവൃതം പുണ്യാം തൃതീയേ സമുദീരിതം. അദാ ജന്മാദിഹേതുത്വം കർമ്മണോ ബഹുദുച്യതേ. വിദ്യാശാപാശ്ചാദിതയേ മായാഗൗരവവർണ്ണനം. നരനാരായണ തപശ്ചര്യാദികഥനം പുനഃ. അഹങ്കാരമഹത്വോക്രീ തീർത്ഥയാത്രാ നിരൂപണം. പ്രഹ്ലാദ നാരായണയോ ശങ്കരശ്ചാദ്ഭുതാവഹ. ഹരയേ ഭൃഗുശാപശ്ച ശുക്രാചാര്യകഥാകൃതാം. ദൈത്യാക്രാന്താധരയശ്ച ഗമനം വേദസപ്പദേ. സാധു കൃഷ്ണാവതാരസ്യ കഥനം ചതുർത്ഥകേ. രുദ്രസ്യ മഹിമാ പശ്ചാന്മഹിഷസ്യ സമുദ്ഭവ. തസ്യ ബ്രഹ്മപരപ്രാപ്തി തൃതിവാക്രമണം തഥാ. ത്രിസ്ഥാനം ശങ്കരാഭ്യസ്യാഗമനാദി വിതന്യതേ. സർവദേവതേജോംശഘടിതാദ്ഭുതരൂപയ. ദേവ്യാ തസ്യാനുഗാനാം ച നിധനം വിസ്മയാവഹം. ചണ്ഡമുണ്ഡവരാധ്യേവ്യാ ചാമുണ്ഡേത്യവിദേവിതാം. രക്തബീജസ്യ ജപദാ തദാ ശുംഭനിശുംഭയോഃ. ചരിത്രത്രയമാഹാത്മ്യം പഞ്ചമേ സമ്യഗീരിതം. ത്രിശിരോ ഹൃദയോശ്ചിത്രാകൃതാരാഭുഷപാദനം. അദ്ഭുതത്വവാക്യാനം വിശ്വാമിത്രവസിഷ്ഠയോഃ. അജീകർത്തസ്യ വൃത്താന്തശ്ചരിതം ച നിമേരത. ഭൃഗൂണാം നാശനം ക്രുദ്ധേ ഹൈഹയശ്ചാതിദാരുണം. ഭൃഗുവംശസ്ഥിതി പശ്ചാൽ ഹൈഹയാനം ഗദാനഗ. ഏകവീരസ്യ ചരിതം കൃതവീരസ്യ ജന്മജ. മായാപ്രഭാവകഥനം ഹരേ ഷഷ്ഠേ നിരൂപിതം. സൂര്യസോമോദ്ഭവാനാം ച രാജ്ഞാം വൃത്തം സുചിത്രിതം. സുകന്യാചരിതം പുണ്യം ചവനസ്യ കഥാകഥ. രേവതീചരിതം ച കപുസ്ഥാനാം സമുദ്ഭവ. ത്രിശങ്കോചരിതം തസ്യ വിശ്വാമിത്രേണ സംഗതി. ഹരിചന്ദ്രസ്യ നൃപതേ ചരിതം വിസ്മയാവഹം. ശതാക്ഷി മഹിമാ യത്രാ ഗീതാ കൽമഷനാശിനി. സത്യസംരക്ഷണസ്തസ്യാം സർവാസമുദീരിത. അവമാനേന ദേവീനാം ത്രിമൂർത്തീനാമശക്തതാം. ദക്ഷാധ്വരസ്തതോ ദേവീനാം സമുദീരണാം. പാർവത്യാ ജന്മനോ ദേവീ ഗീതാ മഹാത്ഭുത. യത്ര സാംഖ്യക്രിയായോഗ വർണ്ണിതാ സപ്തമേകത. ദേവ്യാ പ്രസാദശ്ച മനോ തേനേവ ജഗതാസ്തുതി. വരാഹസ്യാവതാരശ്ച തദ്സ്തോത്രം പാവനാശനം. ദീപാനാം വർദ്ധനാദ്വാര ദേവ്യുൽകർഷപ്രകീർത്തനം. ഇളാവൃതാദിവർഷാണാം വർണ്ണനം ഭക്തിവർദ്ധകം. പാതാളനരകാദീനാം സവിസ്തര നിരൂപണം. ദേവീ പൂജാ വിധിശ്ചാത്രാമുക്രയേ വർണ്ണിതോഷ്ടമേ. ശക്തേശ്ച വർണ്ണനം പഞ്ചപ്രകൃതീനാം ച സംഭവ. സൃഷ്ടിശ്ച ദേവതാദീനാം വാഗ്ദേവ്യാരാധനാവിധി. ലക്ഷ്മീ ഗംഗാ ഭാരതീനാം ഭൂമോ ജന്മ നിഗദ്ധ്യതേ.
തതസ്താസാം ശാമുക്തി സ്വസ്ഥസ്ഥാനഗതിസ്തഥാ പരാവൃതാനാം മർത്യാനാം നരകേ പാദമുച്യതേ തുളസീജന്മദന ശങ്കചൂഡസ്യ ജ്യോത്തവ തസ്യ വിക്രാന്തിരതുല ശങ്കരേണ സംയുഗേ വിഷ്ണോ പ്രസാദമാത്രേണാവിതനം ജാസ്യ ശൂലിന തുളസീചരിതം സാളഗ്രാമസ്യ മഹിമാനദ സാവിത്രീചരിതം പുണ്യം ഈരിതം ബഹുവിസ്തരാൽ മഹാലക്ഷ്മ്യാശ്ചരിതം സാഹായശ്ചാതപരം സ്വദായ ദക്ഷിണായാശ്ച ഷഷ്ഠിദേവ്യശ്ച തദ്ഗത മംഗളാചണ്ഡിവാക്യാനം മനസാഖ്യാനമേവ ച അദാസ്തിക്യശ്ചരിതം സുരഭ്യാശ്ച സമീരിതം സർവീരുവാസ്ലാ സർവ ഇത്യേവം നവമൈബ്രവീത് സ്വയംഭൂമനോർവൃത്തം തസ്മിൻ ദേവ്യാ കൃപാതുലാം വിന്ധ്യാഗ്രഗമനം ദേവ്യാ ഭക്താനുഗ്രഹകാരണാൽ സൗരോജിഷമുഖാനാം ച മനൂനാം വൃത്തനീയതേ മഹാകാളീ സമുത്പത്തേ സഹസ്രവജ് ബ്രഹ്മണാകൃതാം മഹാലക്ഷ്മീ സരസ്വത്യോ തദനാക്രമമനുത്തമം സാവർണ്യാധിപിശ്ച മനവസ്ഥേഷു ദേവ്യാ അനുഗ്രഹം ബ്രാഹ്മര്യാശ്ച സമുദ്ഭൂതം കരുണസ്യ പദസ്തദാം ഏതസ്യാശ്ചരിതം പുണ്യം സ്കന്ധേതു ദശമേ സ്മൃതം പ്രാതകൃത്യം സമേഷാം ച രുദ്രാക്ഷമഹിമാദദാം ശിരോമൃതനിദാനാം ച ഭസ്മധാരണ സംസ്തുതി കാര്യം സന്ധ്യാവന്ദനാദേ നിഷ്കാമ കർമ്മപുണ്യദം പഞ്ചനാമതജ്ഞാനം കരണീയത്വകീർത്തനം പുരശ്ചര്യാദു ഗായത്ര്യാ ദീക്ഷാ വികരതപ്രദം വൈശ്വദേവ വിധിപ്രായ ചിത്രേകാദശ്യേ സ്മൃതാം വിശിഷ്ടാദേവ്യാ ഗായത്ര്യാ കവചം ഹൃദയം തഥാ സ്തോത്രം നാമ സഹസ്രം ച വിസ്തരേണ നിഗദ്യതേ ഖേനോപനിഷദി പ്രോക്ത കഥാ ദേവ്യാ സമുദ്രതാം മിത്രം ദൂതമാഖ്യാനം മണിജീവസ്യ വർണ്ണനം ചിന്താമണിഗൃഹം ദേവ്യാ മണിജീവേ മഹത്ഭുതം അംബാമകവിതാനാം ജനനേ ജയഭൂപദേ നാരദാഗമനം തത്ര പരീക്ഷിന്മുക്തീർത്തനം തുഷ്ടിർമുനീനാം സൂതസ്യ നിർഗമശ്ച തദംഗിനേ ഏവം ഭാഗവതീയാനാം ചരിതാനാം ച സംഗ്രഹ സർവദാ ജഗദംബായ പ്രസാദായ ഭവത്വയം കാശിരത്ര നിർദിഷ്ട കഥാ യദ്യപി സംഗ്രഹേ തഥാ വീകസ്ഥിതാ ലോകോ ഭവിതാനേന ധീമദം പതിതോ ഗൃഹീതശ്ചാർത്തോ മൃത്യുഗ്രസ്തോ വിവാനരാം ശ്രീമാത്രേ നമഃ ശ്രീമാത്രേ നമഃ ശ്രീമാത്രേ നമഃ ഇത്യുച്ചൈരുച്ചരൻ ഉച്യതേ തഥാ ദുർഗസ്യാസ്യ പുരാണസ്യ വാചനം നവരാത്രിഷു അഷ്ടമ്യാം ച നവമ്യാം ച ദശമ്യാം ബഹുപുണ്യദം നിർമദ്ധശാസ്ത്രേ ചലതിം വ്യാസോ ധീമന്തരേണ തതോ കാലാഹിതം ഭാഗവതാമൃതം ഏതത്തു യേന കേനാവി പൂതചിത്തായ ധീയതേ നസസ്യാ ചാതുരസ്യശ്ച ജനന്യാ ദുഃഖദായകം നിഗതമിഹ സർവതശ്ചാദീവ്യാ ചരിതമതീവ സുഖപ്രദം സമേഷാം യദനു നിഗതിതം പ്രവശ്യ ചേതോ ഹരതി നമോദമൈശ്വര്യദാർഗം തദിഹ ഭാഗവതേ രസവാസിതേ വിദദതാം സുതിയ പരമാദരം നഗലു പാദഹരം മഹദംബിക ചരിതമീരിതമീദൃശമന്യത അകൃതനിഗമജാലം യച്ചതുർഗാ പുരാണം സകലമതവിധായ ശ്രേയസേ മാനവാനാം രുചിരമരചയധ്യാ ഭാരതം ചാഗമാനം മുകുരുമൃതയാലും വ്യാസയോഗീന്ദ്രമീടെ ശ്രീമഹാദേവീ നമഃ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവീ നമഃ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ 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 സർവത്ര ദേവീ നാമ സങ്കീർത്തനം കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ദുർഗാ ഭഗവതി ദുഃഖവിനാശിനി ശരണം മേ തവ ചരണയുഗം
ശ്രീ ജയ ശങ്കരി ശ്രീ ശിവശങ്കരി ശരണം മേ തവ ചരണയുഗം ശ്രീ ജയ ശങ്കരി ശ്രീ ശിവശങ്കരി ശരണം മേ തവ ചരണയുഗം ശ്രീ പരമേശ്വരി ശ്രീ ഭുവനേശ്വരി ശരണം മേ തവ ചരണയുഗം ശ്രീഹര സുന്ദരി ശ്രീ ശിവനന്ദിനി ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കർ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം ശ്രീ ഭുവനേശ്വരി രാജരാജേശ്വരി ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം രാധാകൃഷ്ണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവീ നമ ശ്രീ ജഗദംബികായൈ നമ സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാം ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കാലേ വർഷതു പർജന്യാ പൃഥിവീ സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിതാ ബ്രാഹ്മണാ സന്തു നിർഭയ സർവേഷാം സുസ്ഥിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത് അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വാമിയേ ശരണമയ്യപ്പ ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഇനി സംഘാടകർ പറയുന്നത് ഓം ശ്രീ മഹാദേവി നമ. വിചാരധാരയുടെ കീഴിൽ ഈ 28-ാം തീയതി മുതൽ ആരംഭിച്ച ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിൽ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും കൂടാതെ ഈ വിചാരധാര ഇങ്ങനെയുള്ള ഒരു സംരംഭം സംഘടിപ്പിച്ച അതിലെ എല്ലാ അംഗങ്ങൾക്കും വിചാരധാരയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഞാൻ ക്ഷേത്രത്തിന്റെ ആളാണ് എങ്കിലും ഇപ്പോൾ വിചാരധാരയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വിചാരധാര എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നുമല്ല, നമ്മുടെ വീട്ടുകാരും പെങ്ങന്മാരും ആങ്ങളമാരും മാത്രമാണ്. അപ്പൊ ഈ യജ്ഞം ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ സൗകര്യമൊരുക്കിയ ഇതിലെ എല്ലാ മെമ്പർമാർക്കും വിചാരധാരയുടെ എല്ലാ മെമ്പർമാർക്കും വളരെ വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഈ ക്ഷേത്രം ഈ AC ഹാൾ മാത്രമാണ് ഈ സംഘടനയ്ക്ക് കൊടുത്തിട്ടുള്ളത് ഈ 8-9 ദിവസം. ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും A to Z തീപ്പെട്ടി മുതൽ ദക്ഷിണ വരെയുള്ള എല്ലാ കാര്യങ്ങളും വിചാരധാരയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് വളരെയധികം അവർക്ക് മാത്രമല്ല, ഇതിന് ഒരുപാട് ഭക്തര് ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം തുടങ്ങുന്ന സമയത്ത് വെറും 5-6 പേര് മാത്രമാണ് ഇതിലുണ്ടായിരുന്നത്. പക്ഷേ അവസാനിക്കുന്ന സമയത്ത് 100 കണക്കിന് ഭക്തര് ഇവരെ സപ്പോർട്ട് ചെയ്തു. എല്ലാവിധ സഹായ സഹകരണങ്ങളും അവര് വാഗ്ദാനം ചെയ്തു. അങ്ങനെ വളരെ വളരെ ഭംഗിയായിട്ട് ഈ നവാഹ യജ്ഞം ഇവിടെ ഇന്ന് പര്യവസാനിച്ചു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് ഈ വിചാരധാരയുടെ എല്ലാ പഠിതാക്കളും ഈ സ്റ്റേജിന്റെ
വലത്ത് സൈഡിൽ വന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിചാരധാരയുടെ എല്ലാ പഠിതാക്കളും ഈ സ്റ്റേജിനടുത്ത് ഇവിടെ വന്ന് നിൽക്കണം. കാരണം ഇവരെല്ലാം ആദരിക്കാനായിട്ട് നിങ്ങളെല്ലാം വിളിക്കുന്നതാണ്. അപ്പോൾ ഉടനെ അധികം താമസം വരുത്തരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് എല്ലാവരും വന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ യജ്ഞം സമർപ്പിച്ച എല്ലാ പഠിതാക്കളും ആദ്യമായിട്ട് നമ്മൾ ആദരിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള മുംബൈ നാരായൺജിയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഏകദേശം 20 വർഷം മുമ്പ് ഈ ക്ഷേത്രത്തിൽ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹം അന്ന് ഇവിടെ യജ്ഞം നടത്തുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷങ്ങളും ഇത് പുരോഗമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 20 വർഷത്തെ കാര്യങ്ങളും അദ്ദേഹത്തിന് ഓർമ്മ ഇപ്പോഴും ഉണ്ട്. ഇന്നത്തെ സ്ഥിതി എന്താണ്, അന്നത്തെ സ്ഥിതി എന്താണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ വളരെയധികം നന്ദിയോടുകൂടി ആദരിക്കുന്നു. ആചാര്യനെ നാരായൺജിയെ ആദരിക്കുന്നതിനായി ശ്രീമതി മെയിനായി എല്ലാ പഠിതാക്കളും ഇതിന് സ്റ്റേജിൽ പോയിട്ട് അദ്ദേഹത്തിനെ ആദരിക്കണം. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ തന്മേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭക്തേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. അടുത്തതായിട്ട് സഹാചാര്യ പ്രൊഫസർ രമാദേവിജിയെ ആദരിക്കുന്നു ശ്രീമതി യശോദാജി. ഇവരെല്ലാം കോവായിലത്തെ പഴയ ആൾക്കാരാണ്. ഇപ്പോഴും